ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും എന്ത് പറയുന്നു? നമുക്കിന്നൊരു ഉണക്കമീൻ അയലക്കറി ഉണ്ടാക്കിയാലോ? ആദ്യം ഒരു മൺചട്ടി വെക്കുക. അതിലോട്ട് ഒരു 1.5 സ്പൂൺ മുളക് പൊടി, പിന്നെ നിങ്ങൾക്ക് മൺചട്ടിയല്ലേ വേറെ പാത്രത്തിൽ ഉണ്ടാക്കാം. ഞാൻ മൺചട്ടി വെച്ചു. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾ പൊടി, ആവശ്യത്തിന് കരിയാപ്പില. ഞാൻ കുറച്ച് കരിയാപ്പില എടുത്ത്, നമ്മൾ വാങ്ങിക്കുകയൊക്കെ ആയത് കാരണം കുറച്ച് കരിയാപ്പില എടുത്തു. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഒത്തിരി ഇഞ്ചി ഇടല്ല, മീനിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. പിന്നെ അതുപോലെ 2 പച്ചമുളക് കീറിയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അത് പിന്നെ കൊച്ചുള്ളി, ഞാനൊരു 10 കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. അത് നടുവേ കീറിയിട്ട് അതും കൂടെ ഇടണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയത് അതുപോലെ നമുക്ക് മുരിങ്ങയ്ക്ക വേണം. ഞാൻ അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തതാണ്. പിന്നെ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എനിക്ക് ഒത്തിരി മീനൊന്നും ഇല്ലായിരുന്നു, ഒരു 4 അയല ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇവിടുന്ന് പാക്കറ്റ് വാങ്ങിക്കുന്ന അയലയാണ് സൂപ്പർ മാർക്കറ്റിൽ നിന്ന്. അപ്പോൾ ഒരു 4 ചെറിയ അയലയായിരുന്നു. അതുകൊണ്ട് ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു. അത് പറ്റും ഓൾറെഡി. എന്നിട്ട് ഇത് നന്നായിട്ട് സ്പൂൺ കൊണ്ട് നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഗ്യാസ് ഓണാക്കുക. ഗ്യാസ് ഓണാക്കി അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക. അതൊന്ന് അടച്ചു വെക്കണം. അതൊന്ന് ചെറുതായിട്ട് തിളച്ച് വന്നു കഴിയുമ്പം എൻ്റെ മാങ്ങയ്ക്ക് വലിയ പുളിയില്ലാത്ത മാങ്ങയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു വാളംപുളി ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ തിളച്ച വെള്ളത്തിലോട്ട് നമ്മൾ ഉണക്കമീൻ, വൃത്തിയാക്കിയ ഉണക്കമീൻ കട്ട് ചെയ്തത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, മീൻ പൊടിയാതെ, മീൻ ഇതാകാതെ വെച്ചാൽ എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അതൊന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ മാങ്ങ ഇടും. മാങ്ങ ആദ്യം ഇടാത്ത എന്താണെന്ന് ചോദിച്ചാൽ മാങ്ങ പെട്ടെന്ന് അങ്ങ് അലിഞ്ഞു പോകും. ഈ മാങ്ങയ്ക്ക് എൻ്റെ വലിയ പുളി ഇല്ലാത്ത മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ ഇട്ടിട്ടുണ്ട്. അത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഒന്ന് ഇളക്കിയിട്ട് അതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ഞാനൊരു അരമുറി തേങ്ങ നന്നായിട്ട് പട്ട് പോലെ അരച്ചത്, ഇത് തിളച്ച് വന്ന് കഴിയുമ്പം ഈ തേങ്ങ ഇതിനകത്ത് ആഡ് ചെയ്യണം. ഞാൻ തേങ്ങ മാത്രമേ വെച്ചിട്ടാണ് അരച്ചിരിക്കുന്നത്. നന്നായിട്ട് അത് അരയണം കേട്ടോ. അരഞ്ഞ് തേങ്ങ ഈ തിളച്ച മീനിൻ്റെ ഇതിനകത്തോട്ട് ഒഴിച്ച് കഴിഞ്ഞിട്ട് തിളച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒരിക്കലും പിരിഞ്ഞു പോകത്തില്ല. അത് തിളയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക. കണ്ടോ, അതിൻ്റെ ആ തേങ്ങ ഒഴിച്ച് കഴിഞ്ഞപ്പം നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. ഞാൻ നേരത്തെ ഉണ്ടാക്കിയൊക്കെ നോക്കിയതാണ്. എന്നിട്ട് അത് തിളച്ച് വന്ന് കഴിയുമ്പോൾ തിളയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ആ സമയം കൊണ്ട് നമുക്കൊരു ഫ്രൈയിങ് പാൻ വെച്ചിട്ട് കുറച്ച് കൊച്ചുള്ളിയും കരിയാപ്പിലയും നന്നായിട്ട് ഒന്ന് വഴറ്റി ഒരു ബ്രൗൺ കളറാകണം. കരിഞ്ഞു പോകല്ല, ചെറുതെ ഇളക്കി കൊടുത്ത് അതൊന്നൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മുടെ തിളച്ചിരിക്കുന്ന മീൻ കറിയിലോട്ട് നമുക്കത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ചട്ടി ഒന്ന് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരു ഇച്ചിരി ഏറെ ഓയിൽ എടുത്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ചട്ടി ഒന്ന് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കണം കേട്ടോ. ഉണ്ട്, അത് തിളയ്ക്കുന്ന എന്നിട്ടൊന്ന് സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കുക. അത് മീൻ പൊടിയാതെ തന്നെ പെതുക്കി ഇളക്കി കൊടുക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇത് ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കറി ഇഷ്ടപ്പെട്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയണം. ഇതിലും കൂടി നന്നായിട്ട് ഞാൻ ചെയ്യാൻ ട്രൈ ചെയ്യാം. താങ്ക് യു സോ മച്ച്.